എൻ്റെ പേര് അശ്വിൻ എന്നാണ്. ഞാൻ എൻ്റെ ഗ്രാജുവേറ്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് SB കോളേജിൽ നിന്നാണ്, ചങ്ങനാശ്ശേരി. അപ്പം അത് കഴിഞ്ഞ് CUET ഞാനൊരു തവണ ടിസ്നെറ്റ് പ്രിപ്പറേഷൻ ഒക്കെ നടത്തിയിരുന്നു ഇവിടെ ഇതിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട്. ആ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ അപ്പൊ എനിക്ക് പ്രോപ്പറായിട്ടൊരു രീതിയിൽ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ഉള്ള ഒരു ഇതിലായിരുന്നു. ഒരു പ്രോപ്പർ മെന്റർഷിപ്പോ ഒന്നും ഇല്ലാത്തതിന്റെ ഒരു ആ, ഇതുണ്ടായിരുന്നു, ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറയാമല്ലോ. എനിക്കത് അന്ന് എനിക്ക് ക്രാക്ക് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ടായിരുന്നു ആ, ഇത് യൂട്യൂബിൽ പ്രിപ്പവൈസിന്റെ കാര്യം കണ്ടപ്പോഴാണ് ജോയിൻ ചെയ്യുന്നതും. ആ, പിന്നെ ഞാൻ അവിടെ പ്രോപ്പറായിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും മെയിൻലി ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ് കാണുമായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ഷനിലായിട്ടുള്ള മോക്ക് ടെസ്റ്റ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതായിരുന്നു മെയിൻലി ടിസ്നെറ്റ് ക്രാക്ക് ചെയ്യാൻ സഹായിച്ചത്. ഒരു ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്തത് മൂന്നും മുംബൈ ക്യാമ്പസിലുള്ള MSW ആയിരുന്നു. MSW ഇൻ ചിൽഡ്രൻ ആൻഡ് ഫാമിലീസും, പിന്നെ മെന്റൽ ഹെൽത്ത്, ലാസ്റ്റ് പിന്നെ ക്രിമിനോളജി ആൻഡ് ജസ്റ്റിസ്. ഇത് മൂന്നുമായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തത്. മൂന്നിന്റെയും കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. ആഹ് ഇവിടെ പ്രൊപ്പൈസിന്റെ ഭാഗത്തും നല്ല ഒരു ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അതിൻ്റെതായ ചില പാളിച്ചകൾ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്നാണ് ഞാൻ തോന്നുന്നത് ഇന്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാൻ. ബേസിക്കലി ടിസ്നെറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരു സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട്. അത് കൂടാതെ ഒരു ജനറൽ കട്ട് ഓഫും ഉണ്ട്. മാത്സും ഇംഗ്ലീഷും പിന്നെ കൂടാതെ നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് തറവായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കറണ്ട് അഫയേഴ്സും GK ആയിരുന്നു. അപ്പം ആ കാര്യത്തിൽ ഈ നമ്മുടെ ആപ്പിനകത്തിൽ ഇഷ്ടംപോലെ കണ്ടന്റ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്നാൽ അതിനെ ഒട്ടും ഒഴിവാക്കിയിട്ടില്ല. എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിന്റെയും സെക്ഷൻ ബേസ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു സെക്ഷന്റെ ക്ലാസ് കൊടുത്തേക്കുന്നതിന്റെ അതിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെ അതിന്റെ മോക്ക് ടെസ്റ്റും വാല്യൂ ആഡഡ് നോട്ട്സും കൊടുത്തിരുന്നത്. അത് നമുക്ക് പെട്ടെന്ന് വേണ്ടത് ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ അടുത്ത അതിന്റെ ആ ഒരു മോക്ക് ടെസ്റ്റും ആ സെക്ഷനിലായിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ട്സും എടുത്തു നോക്കാനുള്ള ഒരു ത്വരയെന്ന് പറയാമല്ലോ, അത് നമുക്ക് ഉണ്ടാവുമായിരുന്നു ടൈമിൽ. അപ്പം അത് ഈ ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ സാധിച്ചു. ഈ GK എന്നൊക്കെ പറയുമ്പം ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. അത് അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഹിസ്റ്ററിയും ഓരോരോ സെക്ഷനായിട്ട് ഹിസ്റ്ററി ആണെങ്കിൽ തന്നെ ഇപ്പം വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുത്തിരുന്ന കാരണം അത് സെക്ഷൻ വൈസ് പഠിച്ച് പഠിച്ചൊരു പ്രോപ്പർ മാനറിൽ തന്നെ പോകാൻ പറ്റി. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. സെക്ഷൻ വൈസ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതും അത് വളരെ നല്ല കാര്യമായിരുന്നു പ്രപ്പൈസിന്റെ സൈഡിൽ നിന്നുള്ള. ഓക്കെ. അതൊരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. ഇപ്പം എന്റെ മെന്റർ ഐഷ മാം ആയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമുക്ക് മെന്റലി ഒരു ഡൗൺ ആയിരുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ. ഓൾറെഡി ഇപ്പൊ ഇങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും മാമുമായിട്ട് കോൺടാക്ട് ചെയ്യുമായിരുന്നു. അപ്പം മാം തന്നിരുന്ന മെന്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇവൻ എക്സാം കഴിഞ്ഞ് ഇപ്പം എന്റെ എക്സാം നടന്നെന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഒരു ഉത്സവ ടൈമും ഇവിടൊക്കെ എന്ന് പറയുന്നത് ഉത്സവത്തിന്റെ ഒരു ടൈമും അങ്ങനെയൊക്കെയുള്ള ഒരു ടൈം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി മെന്റലി ബേൺ ഔട്ട് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ ഐഷമാവുമായിട്ട് കോൺടാക്ട് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മെന്റലി സപ്പോർട്ട് ഭയങ്കര ഇതായിരുന്നു. ഇപ്പം കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ നിന്ന് മാം ആണെങ്കിൽ ഇടയ്ക്ക് ആ, മറ്റേ വേറെ കറണ്ട് അഫയേഴ്സിന്റെ പ്രൊഫൈസിലെ തന്നെ ക്ലാസ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന സാറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അത് ഏതൊക്കെ ടൈം ലൈനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻലി വരുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു തരുക. അങ്ങനത്തെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല എനിക്ക് ഒരു ഫീൽ ഗുഡ് ആയിരുന്നു ടിസ്നെറ്റിലേക്കുള്ള ഒരു ജേർണി. CUT എനിക്കൊരു മോഡറേറ്റ്, ഒരു ടഫ് മോഡറേറ്റ് അങ്ങനെ ഒരു ലെവൽ എനിക്ക് ഫീൽ ചെയ്തേ. ആം, കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പം ടിസ്നെറ്റിന് പഠിച്ച കുറെ സ്റ്റഫൊക്കെ ഉള്ളത് കൊണ്ടും കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി.
ഇപ്രാവശ്യം അറ്റൻഡ് ചെയ്തത്. താങ്ക് യു.